ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്തിയപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാധാരണ നിലയിൽ അപ്പോയിൻമെൻ്റ് ലഭിക്കാനിടയില്ലാത്ത ഏറ്റവും സുരക്ഷിതമായ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിയെ എങ്ങനെയാണ് അടൂർ പ്രകാശും അതുപോലെ തന്നെ ഇപ്പോഴും അവിടുത്തെ MP ആയിട്ടുള്ള ആൻ്റോ ആൻ്റണിയും ബെല്ലാരിയിൽ നിന്നുള്ള സ്വർണ്ണ കച്ചവടം നടത്തിയെന്ന് ഈ കേസിൻ്റെ ഭാഗമായി സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടുള്ള കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്ത രണ്ട് പ്രതികൾ സോണിയാഗാന്ധിയുമായിട്ട് എന്തടിസ്ഥാനത്തിലാണ് ഒരു കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദപരമായി ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഫോട്ടോ പരസ്പരം ആലോചിച്ചെടുക്കുകയും കയ്യിൽ എന്തോ ഒരു സാധനം കെട്ടിക്കൊടുക്കുകയും വളരെ പ്രധാനമായിട്ട് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സമ്മാനം നൽകുകയും ചെയ്യുന്ന രണ്ട് ഫോട്ടോകളാണ് രണ്ട് സന്ദർഭങ്ങളിലായിട്ടുള്ളത് പുറത്ത് വന്നിട്ടുള്ളത്. ഇതാരാണ് ഈ അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ച് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ UDF കൺവീനർക്ക് ഉത്തരവില്ല. അപ്പോൾ പ്രകോപനപരമായിട്ട് സംസാരിക്കുകയാണ്. പലരുടെയും ഒപ്പം ഉണ്ണികൃഷ്ണ പോറ്റിയും അതുപോലെ തന്നെ ഈ ഈ കേസിൻ്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണ ജ്വല്ലറിയുടെ ഉടമയും അവരെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UDF കൺവീനർ എപ്പോഴും എന്തോ മരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പലരുടെയും ഒപ്പം പോയിട്ടുണ്ട് എന്നുള്ള പ്രയോഗത്തോടെ അത് വ്യക്തമാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരാണ് ആ ഫോട്ടോയിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഏതായിരുന്നു സന്ദർഭം, ആരായിരുന്നു അപ്പോയിൻമെൻ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റിൻ്റെ സമയം നിശ്ചയിച്ച് കൊടുത്തത്, ആരുടെ നേതൃത്വത്തിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്, എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം, അത് UDF കൺവീനർക്ക് വ്യക്തമാക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ ചർച്ചകൾ സംഘടിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന കാര്യം കൂടി പറയേണ്ടതുണ്ട്. വലിയ ദുരൂഹത ഇതിൻ്റെ പിന്നിൽ ഓരോന്നും വ്യക്തമാക്കുമ്പോഴും വരികയാണ്. ഈ 89-ലാണ് ഞാൻ പോറ്റിയെ പരിചയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഇതെപ്പോഴാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്, ആ കൂടിക്കാഴ്ചക്ക് പശ്ചാത്തലമൊരുക്കിയത് ആരാണ്, അതിൻ്റെ കാലം എപ്പോഴാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ വ്യക്തമാക്കിയില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിന് മറുപടി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തെറ്റായിപ്പോയി. ഒരു മറുപടിയും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ദുരൂഹതയിൽ നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സോണിയാഗാന്ധിയുമായി ഇപ്പോൾ ഈ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ, സ്വർണം കടത്തി കൊണ്ടുപോയയാളും സ്വർണം വാങ്ങിയയാളും രണ്ടും ചേർന്നും എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന കാര്യവും ഈ സമ്മാനങ്ങൾ നൽകുകയും അതുപോലെ തന്നെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തത് എന്ന കാര്യം ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. CM കൂടിക്കാഴ്ച നടത്തിയില്ല. അത് AI സംവിധാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ്. അത് പുറത്ത് വരുന്നുണ്ട്, അത് നോക്കാം നമുക്ക്. സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോൻ്റെ അകത്ത് കൃത്യമായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ പൂർണ്ണമായിട്ടും പുറത്ത് വരും, അപ്പോൾ അവർ വ്യക്തമാവുമല്ലോ. പിന്നെ ഒന്ന് ചെവി പിടിക്കുന്ന പോലെയുള്ള, ചെവി കടിക്കുന്നതല്ല, ചെവി പിടിക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോ ആണ്. അത് AI ആണ്.
അടൂർ പ്രകാശം കാണിച്ചത് ആ ഫോട്ടോ ആണ്, സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. അത് തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതാണ്, ഒരു നിർമ്മിത ഫോട്ടോ ആണത്. ആ അല്ല, വ്യാജാണെന്ന് വെക്കുന്നത്, നിർമ്മിതാണെന്ന് പറഞ്ഞാൽ പിന്നെ വ്യാജല്ലേ, ഇല്ലാതല്ലേ നിർമ്മിക്കുന്നത്. ഏ അല്ലെ, വേറെ ഒന്നും പ്രതിരോധിക്കാനില്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് രക്ഷപ്പെടാനാണ്. അത് പറഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ. ഇവരെന്തിനു പോയി എന്നുള്ളതിന് പകരം കൂടി പിണറായി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അത് ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തിനാണ് പോയത്, എന്താണ് സംസാരിച്ചത്, എന്തായിരുന്നു ഉന്നം എന്നുള്ള കാര്യം പറയാൻ വേണം. അത് ഞാനൊന്നും അറിയില്ല, ഞാനത് വേറെയാണ്, അല്ല വേറെ ആരോ ആണ് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശരിയാകുന്നതല്ല. അത് കൃത്യമായിട്ട് പറയണം. ആരാണ് ഈ പറയുന്ന രണ്ട് പ്രതികൾക്ക്, ഇന്നാണല്ലോ പ്രതികളായത്, അന്ന് പ്രതികളല്ലല്ലോ, അന്ന് ഇവർക്കെല്ലാം ബന്ധപ്പെട്ടവരായിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. എങ്ങനെയാണത് വന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത്. അതെല്ലാം അന്വേഷിക്കട്ടെ. അത് ആരും ഞങ്ങൾക്കതിലൊന്നും വിട്ട് മറച്ചു നോക്കാനില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതെല്ലാം അന്വേഷിച്ചോട്ടെ. അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഇനി വിദേശമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഇനി വേറെ ആരെ വേണമെങ്കിലും ഏത് രീതിയിലും വേണം അന്വേഷിച്ചോട്ടെ. അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു തർക്കമില്ല എന്നുള്ളതാണ് മുമ്പേ പറഞ്ഞത്. കൂടിക്കാഴ്ച അതും വരേണ്ടതാണ്, അത് ഒരു സംശയമില്ലല്ലോ. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ അല്ലെങ്കിൽ പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ എന്തിനാണ് ഈ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി ഭവ്യതയോടുകൂടി കാണുകയും സംസാരിക്കുകയും അതുപോലെ പ്രസന്റേഷൻ നൽകുകയും അതുപോലെ തന്നെ കൈക്ക് ഈ കെട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. അന്വേഷണം അതെല്ലാം വരുമല്ലോ, അന്വേഷണം സ്വാഭാവികമായിട്ടും വരും. അത് ഇപ്പോഴ് ഈ UDF കൺവീനർ എന്തെല്ലാം മലക്കം പറഞ്ഞാലും അതിൻ്റെ വിശദാംശങ്ങൾ വരും. മാത്രമല്ല നിരവധി പേരുമായിട്ട് പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അത് ആരൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത് പുറത്ത് വരേണ്ടിയുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പുറത്ത് വന്നോട്ടെ എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാണ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, കള്ളത്തരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അറിഞ്ഞാൽ പിന്നെ ആരും കൊണ്ടുപോകാൻ പറ്റുമോ? അറിയുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ഗുഡ് ബുക്കിൽ അവരുണ്ട്. ഇവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയത് എന്നുള്ളതിന്റെ തെളിവല്ലേ അത്. അത് പണ്ട് ബോംബിട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. VD സതീശന്റെ വർത്തമാനത്തിന് അത്രയേ അർത്ഥമുള്ളൂ. പണ്ട് ആ ബോംബ് ഇതുവരെ പൊട്ടിയില്ലല്ലോ. പണ്ടൊരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, വലിയ 2 സൈസ് ബോംബ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പൊട്ടിക്കും. പക്ഷേ പൊട്ടിക്കും എന്ന് പറഞ്ഞല്ലാണ്ട് പൊട്ടിച്ചിട്ടില്ല. അതേപോലെയാണ് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയേ അതിനെ കാണേണ്ടിയുള്ളൂ.